പാഠം 820. ചില ഭയങ്കര രഹസ്യങ്ങൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഇന്നാണല്ലോ പരിപാടി. ഞാൻ കൃത്യസമയത്തിന് എത്തും. അതെന്ത് ചോദ്യമാണ്? വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. ശരി, അപ്പൊ വൈകുന്നേരം കാണാം. ഞാനാ മോഹനകൃഷ്ണൻ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ശരിയാക്കിയോ? നന്നായി. ഞാൻ കൃത്യം 9:38 ഇവിടെ ഇറങ്ങും. വഴിയിൽ എവിടെയെങ്കിലും നിന്നാ മതി. 9 മണിയോടെ ബസ്സിനോ? അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ആരുടെയെങ്കിലും കയ്യിൽ ആഫീസിലേക്ക് കൊടുത്തുവിട്ടാ മതി. കൊണ്ടുവരുന്ന ആളോട് എന്റെ കയ്യിലേ അത് തരാവൂ, വേറെ ആര് ചോദിച്ചാലും അറിയില്ല എന്ന് പറയാൻ പറഞ്ഞേക്കണം. അവ ശരിയല്ല പറഞ്ഞോലെ. എന്താ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞല്ലോ, അതെന്താ ഞാൻ ചോദിച്ചേ? അത്യാവശ്യമുള്ള ഫയല ഇന്ന് താലൂക്ക് ഓഫീസ് കൊടുക്കണം. ഓഫീസിന്റെ പേരാണെങ്കിൽ ഇതിനെ ഒളിച്ചു കൊണ്ടുവരുന്നത് നേരെ കൊണ്ടുവന്ന് കൊടുത്തൂടെ? ആര് പറഞ്ഞു? മോനോട് തന്നെയാണ് പറഞ്ഞത്. ഓഫീസിൽ ആര് ചോദിച്ചാലും എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞേക്കണെന്ന്. അങ്ങനെ പറഞ്ഞു. പക്ഷെ അതെന്തൂട്ടാ, ആ ഫയലുമായി വരുമ്പോ ഓഫീസിൽ വേറെ ആരെങ്കിലും കാണുമല്ലോ. ഓരോരോ ആവശ്യങ്ങൾക്കായി എത്ര പേരാ ഓഫീസിൽ കയറിറങ്ങി പോകുന്നത്. അവരാരെങ്കിലും ചോദിച്ചാൽ പറയരുത്. അങ്ങനെയാ ഞാൻ പറഞ്ഞത്. അമ്മീ ഫയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രഹസ്യ സ്വഭാവമല്ലേ. ആരാ ഈ ഫയൽ കൊണ്ടുവരുന്നത്? താലൂക്ക് ഓഫീസ് സഹദേവൻ. താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള ഫയല് താലൂക്ക് ഓഫീസിലെ സഹദേവൻ സാറ് വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ സർക്കാർ കാര്യങ്ങളാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ അതൊക്കെ ഇതിനോട് പറയാൻ പറ്റുമോ? സർക്കാർ രഹസ്യങ്ങൾ ഭാര്യയോട് പോലും പറയാൻ പാടില്ലെന്നാണ് ചട്ടം. ഇതിന് മാത്രം രഹസ്യമായിട്ട് ഈ താലൂക്ക് ഓഫീസിലെ വില്ലേജ് ഓഫീസിലേക്ക് എന്താ മോഹനേട്ട പരിപാടി? എന്താ ബോംബ് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാകും. നീ ഷർട്ട് മുട്ട തേച്ച് നോക്കി. എനിക്ക് കൃത്യം 9:38 ഇവിടുന്ന് പുറപ്പെടാനുള്ള. ഞാനാ മോഹനകൃഷ്ണൻ. വില്ലേജ് ഓഫീസിലേക്ക് കൊണ്ടുവന്നിക്കണ്ട, ഇങ്ങോട്ട് വാ. ഞാൻ പുറകു വശത്തെ വഴിയിൽ വന്നിക്കാം, വേറെ ആരും അറിയരുത്. ശരി. ആയിക്കോട്ടെ, സൂക്ഷിച്ചു.
ശരി സാർ. മൊബൈൽ ഫോൺ. ഇതിന് മാത്രം രഹസ്യമായിട്ടൊരു സാധനം വാങ്ങണമെങ്കിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അതെന്തായിരിക്കും? ഹലോ, വില്ലേജ് ഓഫീസർ വീടോ? അല്ല, ഇത് പോലീസ് സ്റ്റേഷനാ. നമ്പർ നോക്കി വിളിക്കണം. മോനേട്ടാ, എന്താ കിതക്കണേ? എപ്പോ? ഇപ്പോ മോനോട് ശരിക്കും കിതയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എന്താ ഓടാൻ പോയോ? ആ, ഞാൻ ചെറുതായിട്ടൊന്ന് വ്യായാമം ചെയ്യായിരുന്നു. അപ്പൊ ചിലപ്പോ കിതച്ചെന്നിരിക്കും. നീ ഷട്ടൊക്കെ തേച്ചോ? ഇല്ല. എത്ര നേരം നീ ഷട്ട് കൊണ്ടുവരെ നിൽക്കുന്നു? ഒരു ഷട്ട് കൊണ്ടു എത്ര നേരം വേണോ? മോഹനേട്ടന് പോകാൻ നേരമാകുമ്പോഴേക്കും ഷർട്ട് മുണ്ട് കിട്ടിയാ പോരെ? പിന്നെ കഴിക്കാനുള്ളതും കിട്ടണം, ഉച്ചയോണം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ തന്നോളാം. എന്താണ് ബാഗ് എടുത്ത? എന്താ എന്റെ ബാഗ് വേറെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട്. ഇന്നലെ മിനിങ്ങാന്നും എല്ലാം ഞാൻ ആ ബാഗ് എടുത്തിരുന്നല്ലോ. അപ്പൊ മോഹനേട്ടന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്നലത്തെ പോലെ അല്ല ഇന്ന്. ഇന്നലെ ഇഷ്ടമായത് പലതും ഇന്ന് എനിക്ക് ഇഷ്ടമല്ലാതാകും. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവൂ എന്തോ. നീ തറക്കി നിൽക്കാതെ പോയി ചായ എടുക്ക്. ചായയോ? കുറച്ചു മുന്നേ ഒരു ചായ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായയുടെ കുടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് പിടിക്കില്ല. എനിക്കൊരു ചായയുടെ വേണം. അതെന്താണ് മോഹനേട്ട പതിവില്ലാത്ത ഒരു ചായ കുടി? എനിക്ക് ചായ തരാൻ പറ്റൂലേ? പതിവില്ലാത്ത പല സൂക്കേടും ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ശരിയായ പോക്കല്ല. ആ, എന്നെ കാണിക്കാതെ ആഫീസിലേക്ക് കൊണ്ടുപോകാനാണ് സാറിന്റെ പരിപാടി. അതെന്തായിരിക്കും? ഈ പിറന്നാൾ സമ്മാനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താ? പിറന്നാൾ സമ്മാനത്തെ പറ്റി? ഇന്നലെ വില്ലേജ് ഓഫീസിൽ വെച്ച് ഞാനും സ്വയംപ്രഭയും തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. സ്വയംപ്രഭ പറയുന്നത് പിറന്നാൾ സമ്മാനം കൊടുക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചാകരുത്, പിറന്നാൾ ആരുടെയാണോ അവരുടെ താല്പര്യത്തിനനുസരിച്ചാകണം എന്ന്. അത് ശരിയല്ലേ മോഹനേട്ടാ? എന്റെ പിറന്നാളിന് എനിക്ക് കിട്ടുന്ന സമ്മാനം ആയിരിക്കില്ലല്ലോ മോഹനേട്ടന്റെ പിറന്നാളിന് മോഹനേട്ടന് കിട്ടുന്നത്. എനിക്കാണെങ്കിൽ ഒരു സാരി കിട്ടും. പക്ഷെ മോഹനേട്ടന് കിട്ടുന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായിരിക്കുമല്ലോ. നിനക്ക് സാരി കിട്ടുന്നത് ഉറപ്പ്? 25 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സാധാരണ അതല്ലേ കിട്ടുള്ളൂ. ഓ, അങ്ങനെയാണോ? അപ്പൊ 25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പിറന്നാൾ സമ്മാനമായ ഒരു സാരി വാങ്ങി കൊടുക്കുന്നതാണ് നല്ലത്. എന്താണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? അപ്പൊ ഒരു സംശയമില്ല, അതിപ്പോ സാരി തന്നെ. ഇന്ന് തഹസിൽദാർ ഓഫീസിൽ വന്നിരുന്നു. തഹസിൽദാർ എല്ലാ ദിവസവും താലൂക്ക് ഓഫീസിൽ വരാറുള്ളതല്ലേ? താലൂക്ക് ഓഫീസിലല്ല, വില്ലേജ് ഓഫീസിൽ. എന്തിനാണ് വന്നത് നിനക്കറിയാമോ? ഞാൻ ജോത്സ്യം പഠിച്ചിട്ടില്ലല്ലോ മോനേട്ടാ. പറയാം. അടുത്ത 13-ാം തീയതി തഹസിൽദാരുടെ മകൾക്ക് 25 വയസ്സ് തികയും. പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാനാണ് തഹസിൽദാരുടെ പരിപാടി. വില്ലേജ് ഓഫീസിലുള്ള എല്ലാവരെയും വിളിക്കാനാണ് തഹസിൽദാരുടെ പരിപാടി.
ഈ പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഭയങ്കര ദൂരത്താണെന്ന് മോഹനേട്ട പറഞ്ഞില്ലേ മോനേട്ടാ? പറഞ്ഞു കാണില്ല, എങ്ങനെ പറയാൻ പറ്റും? എന്റെ ഏതെങ്കിലും സുഹൃത്തോ പരിചയക്കാരോ പിറന്നാൾ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ദൂർത്ത അഹങ്കാരം. ഉഫ്. പക്ഷെ തഹസിൽദാർക്ക് മോളിലെ പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കാം. മോഹനേട്ടൻ ഒരു എതിരഭിപ്രായവും പറയൂല. ഇതിനെയാണോ മോഹനേട്ടാ സായിപ്പിനെ കാണുമ്പോ കവാത്തു മറക്കാന്ന് പറയണേ? ഞാനിങ്ങ് പോയാലോ? ഈ പിറന്നാൾ എന്നാണെന്നാ പറഞ്ഞത്? 11-ാം തീയതി. തഹസിൽദാരെ എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. ആ പക്ഷേ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്, വേറെ കൊണ്ടല്ല. എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ കുടുംബമായിട്ട് കയറി ചെല്ലുന്നത് വൃത്തികേടാ. എല്ലാവരും കൂടെ വലിഞ്ഞേറി വരുന്നത് കണ്ടോ എന്ന് നാട്ടുകാർ പറഞ്ഞോളെ. അതുകൊണ്ട് തഹസിൽദാരുടെ മകളുടെ പിറന്നാളിൽ ഞാൻ തനിയെ പൊയ്ക്കോളാം. ഓ, ഇന്ന് 13-ാം തീയതി. ഇന്ന് വൈകിട്ടാണ് തഹസിൽദാരുടെ വീട്ടിലപ്പോഴ ആഘോഷം. അപ്പൊ അതിനാണ് വില്ലേജ് ഓഫീസർ ഈ പാട് മുഴുവൻ പെട്ട് ആരെയോ കൊണ്ട് സാരി വാങ്ങിപ്പിച്ചത്. ഈ കള്ളക്കളി ഒന്ന് പൊളിക്കണമല്ലോ. അയ്യോ. ഉഫ്. മോനേട്ടാ ചായ. ഇങ്ങനെയല്ലേ? നീ ഒന്ന് കുടിച്ചോക്കെ. എന്താണ് എന്നിട്ട് പറ, ഇത് കൊള്ളാമല്ലേത്? മോഹനേട്ടാ, ഞാൻ രാവിലെ 4 ചായ ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ 2 ചായ ഞാനും മോഹനേട്ടനോട് കുടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ 3-ാമത്തെ ചായ ഞാൻ മോഹനേട്ടൻ കൊണ്ടു തന്നു. അത് മോഹനേട്ടൻ കുടിച്ചു. പതിവില്ലാതെ വീണ്ടും ഒരു ചായ കൂടി ചോദിച്ചപ്പോ ബാക്കിയിരുന്ന ചായ ഒന്നും കൂടി ചൂടാക്കി കൊണ്ടുവന്നതാണ് ഇത്. ഇതിന്റെ രുചിക്ക് എന്ത് കുഴപ്പം വരാനാ? ചൂടാക്കിയ ചായയുടെ രുചി പോവും. ആണോ? അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അല്ല, ഞാനതെങ്ങനെ അറിയാനാ? എനിക്ക് അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കിയൊന്നും പരിചയമില്ലല്ലോ മോഹനേട്ടനെ പോലെ. എനിക്ക് ചായ വേണ്ട, തീർന്നല്ലോ, കൊണ്ടുപോ. അല്ലെങ്കിലും പ്രശ്നം ചായ അല്ലാന്ന് എനിക്കറിയാം. പ്രശ്നമാണല്ലോ ഈ. അയ്യോ, ഇവിടെ ബാഗ് ഇവിടെ. എന്തിനാ? അല്ല, സാധാരണ ആ ബാഗ് ഇവിടെയാണല്ലോ ഇരിക്കാറുള്ളത്. ഇന്ന് അതവിടെ പോയി. എന്റെ ബാഗ് എനിക്ക് ഇഷ്ടമുള്ളത് വെക്കും. ചായ കൊണ്ട് പോയോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. അതെ മോനട്ടാ, ഇന്ന് വൈകിട്ട് എന്താ മോനട്ടന്റെ പരിപാടി? നമുക്കൊരുമിച്ച് ഒരു സ്ഥലം വരെ പോയാലോ? ഏത് സ്ഥലം? സ്ഥലവേ ഏതും ആവട്ടെ. മോഹനേട്ടൻ എന്നോട് വരുവോ ഇല്ലയോ? ഇന്നെന്തായാലും വരില്ല, എനിക്ക് വേറെ തിരക്കുണ്ട്. എന്തു തിരക്ക്? പറഞ്ഞിട്ടുണ്ട്. ഏത് സ്ഥലം? രാവിലെ പുതിയതായിട്ട് ഒരു സ്ഥലം വാങ്ങി. നാളെയാണ് അതിന്റെ ആധാരം. നാളെ അവധി നാളായിരിക്കും. അതുകൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്യാൻ സ്ഥലം നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഒരു കാര്യം നടക്കില്ല. ശരി, മോഹനേട്ടന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ആരാണ് ഞാൻ നോക്കാം. നീ പോയി എന്റെ ഷർട്ട് പിടിച്ച് നോക്കി. ആ ബാഗ് എവിടെയാ വെച്ചു എന്ന് കണ്ടുപിടിച്ച് വലിയ ഓഫീസറെ കള്ളം പൊളിക്കാം. എവിടെ കൊണ്ടാ വെച്ചു? നമസ്കാരം സാറേ. നമസ്കാരം. എന്താ വിജയ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സഹകരണ ബാങ്കിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന 12 സെന്റ് സ്ഥലം ഞാൻ വാങ്ങി. ഞാൻ അറിഞ്ഞു, എന്നോട് ഉത്തമം പറഞ്ഞായിരുന്നു. തരക്കേടില്ലാത്ത വിലക്ക് കിട്ടി, അതുകൊണ്ട് വാങ്ങിയതാ സാറേ. സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് വിജയന് വില്ലേജ് ഓഫീസർ ഒന്ന് വരാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വില്ലേജ് രേഖകളോട് ഒന്ന് പരിശോധിക്കാമായിരുന്നല്ലോ. കുഴപ്പം വല്ലതുണ്ടോ സാറേ? ഈ പറയുന്ന ഭൂമി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ
പണം കൊടുത്ത് സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിക്കുന്നതല്ലേ നല്ലത് വിജയ? പെട്ടെന്നായിരുന്നു സാറേ കച്ചവടം. ആ, ഞാനിപ്പോ വന്നത് ആ സ്ഥലം ഒന്ന് അളന്നു തിരിക്കണമായിരുന്നു. ഇന്ന് വൈകിട്ട് സാറിന് സമയം ഉണ്ടാവുമോ? ഇന്ന് വൈകിട്ട് നടക്കൂല. ഇന്നെനിക്ക് വേറെ തിരക്കുണ്ട്. നാളെ അവധിയല്ലേ? നാളെ ഒരു ഉച്ച കഴിയുമ്പോൾ ഞാൻ വരാം. കട്ടിലിന്റെ അടിയില് ഇതെവിടെ കൊണ്ടുപോയി വെച്ചു? ഇവിടെ എങ്ങനെ വെച്ചാണോ? ഇനിയിപ്പോ മുറ്റത്തെങ്ങാനും ഒളിപ്പിച്ചു കാണോ? എവിടെ ഒളിപ്പിച്ചാലും ആഫീസിൽ പോകാൻ നേരം വില്ലേജ് ഓഫീസർ അത് പുറത്തിറക്കുമല്ലോ. പുറകെ വന്നിട്ടായാലും ഈ കള്ളത്തരം ഞാനത് കണ്ടുപിടിക്കും മോനട്ടാ. നോക്കൂ. ആധാരം പോക്കുവരവ് ചെയ്യാനായിട്ട് ഞാൻ എന്നാ സാറേ വില്ലേജ് ഓഫീസിലേക്ക് വരണ്ടേ? ആധാരം പോക്കുവരവ് ചെയ്യാനായിട്ട് വെറുതെ അങ്ങ് വില്ലേജ് ഓഫീസിലേക്ക് വന്നിട്ട് കാര്യമല്ല വിജയ. ആധാരത്തിന്റെ അസലും ഒരു പകർപ്പും കയ്യിലുണ്ടാവും. കൂട്ടത്തിൽ മുന്നാധാരത്തിന്റെ ഒരു പകർപ്പ്. ആധാരത്തിന്റെ അസല് പരിശോധിച്ചതിന് ശേഷം തിരികെ തരും. ഓ ശരി സാറേ. ആ പിന്നെ പോക്കുവരവ് പെട്ടെന്ന് നടക്കില്ല. ആർക്കെങ്കിലും നിങ്ങളുടെ ഇടപാടിൽ തർക്കമുണ്ടെങ്കിൽ പരാതിപ്പെടാനായി 30 ദിവസത്തെ സമയമുണ്ട്. അത് കഴിഞ്ഞ് പോക്കുവരവ് നടക്കും. ആ അത് മതി സാറേ. അങ്ങനെയാണെങ്കിൽ വിജയം പോയിക്കോളൂ. നാളെ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ ശരി സാറേ. ശരി. ആ ആരായിരുന്നു? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ കാണാൻ പലരും വരും. അതായിക്കോട്ടെ, വന്നയാൾക്കൊരു പേരുണ്ടാവൂലോ മോനട്ടാ. പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താ? യാതൊരു കാരണവശാലും നിന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. ആ ഷർട്ട് കൊണ്ട് വെച്ചാൽ നീ പോയി കഴിക്കാൻ എടുത്ത് വെക്ക്. എനിക്ക് പോകാൻ സമയമായി. മോഹനേട്ടൻ വൈകുന്നേരം എത്ര മണിക്ക് വരുന്ന പറഞ്ഞത്? ഞാൻ പറയാനില്ല, താമസിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാമോദര സാറിന്റെ സ്ഥലം ഇന്ന് തന്നെ അളന്നാലേ പറ്റുള്ളൂ. എന്താ കുഴപ്പം? അല്ല, നാളെ അവധിയാണല്ലോ. അപ്പോഴും വേണമെങ്കിൽ ഇഷ്ടംപടി സമയം കിട്ടില്ലേ? ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി ദാമോദര സാറിന്റെ വീട് വരെ നടന്നു പോയി രാത്രിയാകുമ്പോ തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു രാത്രിയാകുമല്ലോ. അമ്മേ, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കാതെ നീ പോയി കഴിക്കാൻ എടുത്ത് വെക്ക്. എനിക്കത് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. അതെനിക്കറിയാം മോഹനേട്ടാ. അതെങ്ങനെ എനിക്കറിയാം? മോഹനേട്ടൻ ഒരു ഭയങ്കര വലിയ ഓഫീസറാണല്ലോ. അപ്പൊ പിന്നെ തിരക്ക് കാണാതിരിക്കില്ലല്ലോ. ഏതെങ്കിലും പോക്കറ്റ് കേസ് വരെ ഒന്നാവും. ഇനി ഉത്തമനോട് വിശേഷങ്ങൾ പറഞ്ഞു നിന്ന് വെറുതെ സമയങ്ങളായിരുന്നു. മനസ്സിലായല്ലോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോഹനേട്ടാ. നമസ്കാരം വക്കീലെ. പിന്നെ ലോനപ്പന്റെ കേസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത അവധി എന്നാണെന്ന് അവൻ ചോദിച്ചു. ഞാൻ തന്നേ പറഞ്ഞതല്ലേ അടുത്ത 21-ാം തീയതി. ആ വേറൊന്നുമല്ല വക്കീലെ, അവന് അടുത്ത ആഴ്ച മധുര വരെ പോവേണ്ട ഒരു ആവശ്യമുണ്ട്. പോയി കഴിഞ്ഞ 8-10 ദിവസം കഴിഞ്ഞേ വരൂ. കേസിന്റെ അവധി എന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പോയിട്ട് വരാന്ന് കരുതിയിട്ടാണ്. കേസിന്റെ അവധി ലോനപ്പന് പോകുന്നതിലെന്താ ബന്ധം? ഇത് ക്രിമിനൽ കേസ് നല്ലോ കക്ഷി ഹാജരാവാനായിട്ട്. വക്കീൽ ഹാജരായ മതിയല്ലോ.
അതെ ശരിയാണ്. പക്ഷെ കേസിന്റെ സമയത്ത് ആള് സ്ഥലത്തില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ എന്തെങ്കിലും പറയൂല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കേസിന്റെ അവധിക്ക് കക്ഷി വരണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. പക്ഷെ കേസിന്റെ ഫീസ് തരാമെന്ന് പറഞ്ഞ സമയത്ത് ഫീസ് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അയ്യോ അതൊന്നും ഒരു പ്രശ്നമല്ല വക്കീലെ. പൈസയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ വക്കീലെ ഞാൻ ഇറങ്ങിയോട്ടെ. അപ്പൊ ലോലപ്പനോട് ധൈര്യമായിട്ട് മന്ത്രിക്ക് പൊക്കോളാൻ പറയാലോ. ശരി. ഓ ശരി. അപ്പൊ അതും അങ്ങനെയായി. ഉത്തമ, ഓ ഉത്തമനിപ്പോ എങ്ങോട്ടാ? ഞാൻ നേരെ കൃഷ്ണൻകുടിച്ചേട്ടന്റെ ചായക്കടയിലോട്ട് പോകണം. ഒരു സ്ഥല കച്ചവടം ഒത്തു വന്നിട്ടുണ്ട്. പാർട്ടിയെ കൊണ്ട് സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകണം. എന്തായാലും വക്കീലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടാ? അത്യാവശ്യമൊന്നുമില്ല. നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദര സാറ് ഒരു സ്ഥലമൊക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ. സാറിന് അതിന് മാത്രം പൈസ ഒക്കെ ഉണ്ടോ? ദാമോദര സാർ സ്ഥലം വാങ്ങിച്ചെന്നാ? എവിടാ വാങ്ങിയെന്ന്? നാളെ സ്ഥലത്തിന്റെ ആധാരമെന്ന് ഞാൻ കേട്ടല്ലോ. വക്കീൽ എന്തോ നീ പറയുന്നേ? ദാമോദര സാർ 2 ആഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കല്ലേ? മെനിയാന്നല്ലേ പോയത്. തിരിച്ചു വരുന്നവരെ വീടും പരിസരവും ഒക്കെ ശ്രദ്ധിച്ചോളൂ ഉത്തമ എന്ന് പറഞ്ഞ് താക്കോല് എന്റെ കയ്യിൽ തന്നിട്ട് പോയത് സാറ്. ആണോ? എന്നാ പോയത്? സാർ മെനിയാന്ന് പോയി. എന്താണ്? എന്തോ കാര്യമുണ്ടല്ലോ വക്കീലെ. എന്ത്? ഉത്തമ, ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വക്കീലാണെന്ന് ഉത്തമൻ അറിയാലോ. ഓ അപ്പൊ സാറിനെ പോലെ വക്കീലും തുടങ്ങിയല്ലേ? അറിയാം. പക്ഷേ ഇക്കാര്യം വില്ലേജ് ഓഫീസർക്ക് അറിയില്ല. എന്റെ കണ്ണി പൊടിയിട്ട് വലിയ അഭ്യാസം പ്ലാൻ ചെയ്തിരിക്കുക സാറ്. ആ സൂക്കേട് ഇന്ന് തുടങ്ങാൻ മാറ്റി കൊടുക്കാം. എന്തായാലും ഉത്തമൻ ഇപ്പൊ ഒന്നും നന്നായി. പിന്നെ വക്കീലെ ദാമോദര സാർ നാട്ടിൽ പോയ കാര്യം പറഞ്ഞത് ഞാനാണെന്ന് ദയവ് ഇത് സാറിനോട് പറയരുത്. പിന്നെ എന്റെ പൊടി പോലും കാണൂല. അതൊന്നും ഞാൻ പറയാൻ പോലില്ല. എന്നാലും സ്വന്തം ഭാര്യയെ വിളിച്ച് ഇമാതിരി വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഉത്തമ. സംഭവം എന്താണ് വക്കീലെ? ഇന്ന് തഹസിൽദാരുടെ മൂത്തമോടെ പിറന്നാളാ. വൈകിട്ട് അവരുടെ വീട്ടിൽ വെച്ച് എന്തോ വലിയ ആഘോഷമൊക്കെ ഉണ്ട്. ഈ വിവരം ഇന്നാളൊരു ദിവസം മോഹനേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. തഹസിൽദാരുടെ മോക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാൻ മോഹനേട്ടൻ ഒരു സാരി വാങ്ങിച്ചിരിക്കുന്നു. സാരിയാ? സാറാ? ഉത്തമനിപ്പം ഞെട്ടിയില്ലേ? എന്താ കാര്യം? ഇമാതിരി കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല വില്ലേജ് ഓഫീസർ. ഞാനൊരു സാരി വാങ്ങുന്ന കാര്യം പറയുമ്പോ എന്തൊക്കെ തടസ്സങ്ങളാണ് മോഹനേട്ടൻ പറയാറുള്ളത്. ഓ, കഴിഞ്ഞ ദിവസം ഞാനൊരു സാരിയുടെ കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞെന്താന്ന് ഉത്തമൻ അറിയാമോ? എന്താണ്? എന്റെ വിദ്യയെ നീയൊക്കെ ഭാഗ്യം ചെയ്ത ജന്മമാണ്. ഒരു സാധനം വാങ്ങി തരണമെന്ന് പറയുമ്പോ ആ നിമിഷം നിനക്കത് വാങ്ങി തരില്ലേ? എന്റെ കാര്യം പക്ഷെ അങ്ങനെയാണോ? ഒരു മൊട്ടുസൂചി വാങ്ങണമെങ്കിൽ ഞാൻ മോഹനേട്ടന്റെ കാല് വരെ പിടിക്കണം. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നിന്നെ ഞാൻ നാളെ വിളിക്കാം. മോഹനേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെന്താണ് പ്രതീക്ഷിക്കാതിരിക്കാൻ? മോഹനേട്ടൻ ഇവിടെയുള്ള ആളല്ലേ? അവനാണോ നീ എന്നെ പറ്റി കുറ്റം പറഞ്ഞിരുന്നത്? അത് കുറ്റമല്ലല്ലോ, സത്യമല്ലേ പറഞ്ഞത്. ഗായത്രി സിൽക്സ് നല്ല 1-ാം തരം സാരി വന്നിട്ടുണ്ടെന്നാണ് വിദ്യ പറഞ്ഞത്. നാളെ അവള് വാങ്ങാൻ പോവാണ്. ഞാൻ വാങ്ങുന്നുണ്ടോ നമ്മൾ ചോദിച്ചു. എന്തിനാ പുതിയ സാരി? ഒരു സാരി വാങ്ങും കാരണം വല്ലതും വേണോ? വേണമല്ലോ. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ചെലവാക്കാൻ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവണം. അപ്പൊ ചുരുക്കി പറഞ്ഞ എനിക്കിനി ഒരു പുതിയ സാരി കിട്ടണമെങ്കിൽ ഞാൻ ഒരു കല്യാണം കൂടി കഴിക്കേണ്ടി വരും. നീ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും ശരി, കെ മോഹനകൃഷ്ണൻ 1 രൂപ മുടക്കണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാവണം. നിനക്ക് സാരി വാങ്ങാൻ 10 പൈസ പോലും ഞാൻ തരില്ല. എനിക്കൊരു സാരി വാങ്ങുന്ന കാര്യം പറയുമ്പോ ഇത്തരം തരികട ന്യായങ്ങൾ പറയുന്ന അതേ മോഹനേട്ടൻ തഹസിൽദാരുടെ മോക്ക് ഇപ്പൊ സാരി വാങ്ങി കൊടുത്തിരിക്കുന്നു. അല്ല, അതിപ്പോ വക്കീൽ അതിനെ മോശമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. തഹസീൽദാരുടെ മോളല്ലേ? അതങ്ങനെയല്ല. ഒരു സാരി അല്ല ഉത്തമ ഇവിടുത്തെ പ്രശ്നം. മോഹനേട്ടൻ എന്തിനാണ് ആ പെണ്ണിന് സാരി വാങ്ങിച്ചു കൊടുക്കുന്നത്? മകൾക്ക് സാരി കിട്ടിയ കാര്യം അറിയുമ്പോ തഹസിൽദാർക്ക് സന്തോഷാവും. ഭാവിയിൽ തഹസിൽദാരെ കൊണ്ട് മോഹനേട്ടൻ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുമല്ലോ. ചുരുക്കത്തിൽ സോപ്പ് അല്ലെ? ചെറുതായിട്ട്. കഴിഞ്ഞ 4-5 കൊല്ലമായി ഈ മോഹനേട്ടന്റെ സകല കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ ചെയ്തു കൊടുക്കുന്ന എന്നെ ഒന്ന് സോപ്പ് ഇടണമെന്നോ എനിക്കൊരു സാരി വാങ്ങി തരണമെന്നോ മോഹനേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതെന്തുകൊണ്ടാ? ഞാനൊരു പാവമായതുകൊണ്ട്. ഒന്നും വാങ്ങി തന്നില്ലെങ്കിൽ ഒരു പട്ടിയെപ്പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളൂല്ലോ. അതാണ് സാറിന്റെ മനസ്സിലിരിപ്പ്. അല്ല വക്കീലേ, അതിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ? ഒളിച്ചുകളി.
ഞാൻ അറിയാതെ ആ സാരി ബാഗിനകത്ത് വെക്കാൻ മോഹനേട്ടൻ എമ്മാതിരി പാടുപെടാന്നറിയാമോ? വീട്ടിൽ വെച്ച് എന്നെ ഇങ്ങനെ പറ്റിക്കുന്ന ആള് പുറത്തിറങ്ങി എന്തൊക്കെ ചെയ്യൂ ഉത്തമ? ശരിയാക്കി കൊടുക്കാൻ ഞാൻ. ഈശ്വര, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്റെ പേര് വക്കീല് പറയാതിരുന്നാ മതിയായിരുന്നു. എന്നാലും സാർ ആള് കൊള്ളാലോ. വക്കീലറിയാതെ തഹസീൽദാരുടെ മോൾക്ക് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് സാറിന്? ഉം? ഉം. മോനേട്ടാ, ഞാൻ ഇറങ്ങാം ബാബേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതെന്താ പെട്ടെന്നൊരു തിരക്ക്? തിരക്കുകൾ അങ്ങനെ പെട്ടെന്ന് ഒന്നും നടന്നില്ലല്ലോ. മോനേട്ട കാപ്പി കുടിച്ചില്ലല്ലോ. എനിക്ക് കാപ്പി കുടിക്കുന്ന സമയമല്ല, എനിക്ക് കുറച്ച് നേരത്തെ വില്യാപിച്ച് പോളാ. ഉച്ചയൂണ് വേണ്ടേ? ഞാൻ ബാഗിൽ വെച്ചോളാം. എന്ന് ഞാനല്ലേ ബാഗിനകത്ത് വെക്കുന്നത്? ബാഗ് തുറക്കും മോനേട്ടാ. നീ വെറുതെ സമയം കളയാതെ അതിതാ. എന്നെ പിന്നെ ഈ ബാഗിൽ എന്താ ഇത്ര കുഴപ്പമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങോട്ട് തരാം. കൊറേ നേരമായി ഈ ബാഗിന്റെ കാര്യത്തിൽ മോഹനേട്ടൻ ഒരിക്കലും ഇല്ലാത്തൊരു ടെൻഷൻ കാണിക്കല്. ആദ്യം ബാഗ് എന്റെ കയ്യിൽ തട്ടിപ്പറിച്ചു, പിന്നെ ഞാൻ കാണാൻ കൂടെ ഒളിച്ചു വെച്ചു. ഇപ്പൊ ഇതാ വീണ്ടും ബാഗിനോട് ബഹളം വെക്കുന്നു. അപ്പൊ ഈ ബാഗിനകത്ത് എന്തോ ഉണ്ടല്ലോ. അതെന്താണെന്ന് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇതില് ബോംബൊന്നും വെച്ചിട്ടില്ലല്ലോ. മോഹനേട്ടാ, വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട. ഞാൻ എന്തായാലും ഇത് തുറക്കും. അയ്യോ, ഇതാ ഇതെന്താ മോനേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്താ ഇത്? എന്നെ ഒളിച്ച് ഈ സാധനം വഴിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ പിടിച്ചു വാങ്ങി തുറന്നു നോക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മോഹനേട്ടൻ എവിടെ വരെ പോകുന്ന അറിയാനാണ് ഞാൻ കാത്തിരുന്നത്. ഇതിനകത്ത് എന്താ മോനേട്ടാ? മോഹനേട്ടനായിട്ട് പറയുന്നതോ ഞാൻ തുറന്നു നോക്കണം? ഞാൻ തുറന്നാ പിന്നെ ഇത് കൊണ്ടുപോയി പേപ്പർ വാങ്ങി പൊതിയേണ്ടി വരും. നന്നായി പൊതിയാതെ തഹസിൽദാരുടെ മോക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? എന്താ ഞെട്ടിയത്? 13-ാം തീയതി തഹസിൽദാരുടെ മോടെ 25-ാം പിറന്നാളാണെന്ന് മോഹനേട്ടൻ പറഞ്ഞത് ഞാൻ മറന്നുപോയി എന്ന് മോഹനേട്ടൻ കരുതിയോ? എന്നിട്ട് എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ദാമോദര സാറിന്റെ സ്ഥലം വളക്കാൻ പോണം, മറ്റന്നാൾ ആധാരം എഴുതാനുള്ളതാണ്. നാട്ടിൽ പോയ ദാമോദര സാർ 2 ആഴ്ച കഴിഞ്ഞേ വരൂന്ന് ഞാൻ അറിഞ്ഞു മോഹനേട്ടാ. മോഹനേട്ടന്റെ മേലധികാരിയാണ് തഹസിൽദാർ. അദ്ദേഹത്തിന്റെ മോക്ക് പിറന്നാൾ സമ്മാനമായിട്ട് എന്തേലും വാങ്ങിക്കൊടുക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇപ്പൊ മോഹനേട്ടൻ കാണിച്ച 2 കാര്യങ്ങളാ. ഒന്ന്, എന്നെ ഒളിച്ചിത് ചെയ്തത്. രണ്ടാമത്തേത്, എനിക്കൊരു സാധനം വാങ്ങിത്തരാൻ മടിക്കുന്ന മോഹനേട്ടൻ തഹസിൽദാരെ സോപ്പിടാനായിട്ട് ഒരു മടിയും കൂടാതെ ഇത് വാങ്ങി. ഇതിനകത്ത് എന്താ? എനിക്കറിയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ പിറന്നാളിന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ സമ്മാനം എന്താണെന്ന് അന്ന് എന്നോട് ചോദിച്ചത് ഞാൻ മറന്നിട്ടില്ല. ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നെ ഒളിച്ച് മോഹനേട്ടൻ ഇവിടുന്ന് കൊണ്ടുവരുന്നേ ഞാൻ കരുതിയുള്ളൂ. കൊണ്ടുപോയിക്കുള്ളൂ. അതെന്തിനാ തുറക്കുന്നേ? എനിക്ക് കാണണ്ട. ഈ മോഹനേട്ടാ, ആ കവർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ കൊണ്ടുകൊണ്ട് വരും. മോഹനേട്ടാ, എന്ത്
മോഹനേട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അത് വാങ്ങാൻ പൈസ തരാന്ന് ഞാൻ കരുതിയതാ. പിന്നെ തോന്നി വിഷു വരുമല്ലേ, വിഷുവിന് നിനക്കൊരു സമ്മാനമായി വാങ്ങിത്തരാന്ന് കരുതി. നാളെയല്ലേ വിഷു, നാളെ രാവിലെ തരാന്ന് ഞാൻ കരുതിയത്. അതുകൊണ്ടാ ഇത് ഇത്ര കഷ്ടപ്പെട്ട് ഒളിപ്പിക്കാൻ നോക്കിയത്. സിതാരുടെ മോളുടെ പിറന്നാളാഘോഷത്തിന് ഞാൻ പോകുന്നു എന്നുള്ള നേരാ. പോയി മുഖം കാണിച്ച് തിരിച്ചിങ്ങ് പോരും. മേലുദ്യോഗസ്ഥനല്ലേ, പോകാതിരിക്കാൻ പറ്റും. നിന്നെയും കൂട്ടാതാണ് പോകുന്ന അറിയുമ്പോൾ നിനക്ക് വിഷമാവില്ലേ? വിഷുവിന്റെ സന്തോഷവും പോവും. അതുകൊണ്ടാ സ്ഥലം അളക്കാൻ പോകുന്നൊക്കെ കള്ളം പറഞ്ഞത്. എന്നാലും എന്റെ മോഹനേട്ടാ, ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ പേരിൽ എന്നെ എന്തുമാത്രം വിഷമിപ്പിച്ചു. നീ എന്തിനാ വിഷമിച്ചേ? അങ്ങനെ നിന്നെ ഒളിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്റെ ജീവിതത്തിലെന്ന് നിനക്കറിഞ്ഞൂടെ? അപ്പൊ ഈ ചെയ്തെന്താ? എന്റെ ഒരു കുസൃതിയാ. താങ്ക് യു. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് വില്ലേജ് ഓഫീസർ ചെയ്തൊരു നല്ല കാര്യമാണ് പുലിവാലായത്. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഭർത്താവിന്റെ നല്ല മനസ്സ് സത്യഭാമ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഈ കഥ ഇവിടെ തീർക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം, തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.